പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റിഹാൻ ഇപ്പോൾ പെട്ടെന്ന് പേര് മാറ്റി റിഹാൻ രാജീവ് ഗാന്ധി. അച്ഛൻ്റെ പേര് മാറ്റി അല്ലേ, റോബർട്ട് വാദ്ര എന്നുള്ള പേര് മാറ്റി. ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിൽ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഏറ്റവും നല്ല ഒളിക്കാൻ പറ്റിയ സ്ഥലം അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ്. കേരളത്തിൽ വയനാടാണ്. അപ്പോൾ ഈ അടുത്ത മെയ്യിൽ പുതിയ സർക്കാർ കേരളത്തിൽ വരണം, പുതിയ അസംബ്ലി ഉണ്ടാവണം. അതിനു മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റിഹാൻ രാജീവ് ഗാന്ധി, അങ്ങനെയാണല്ലോ ഇപ്പോൾ പേര് മാറ്റിയത്. അതെ, രാജീവ് ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് എങ്ങനെയിരിക്കും നിയമസഭയിലേക്ക്? കേരളത്തിൽ വന്ന് മത്സരിക്കാനോ? കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചു, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. പ്രിയങ്ക ഇത്തവണ ഇലക്ഷന് മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് വയനാട്ടിൽ വന്നപ്പോൾ തൻ്റെ മകനെയും മകളെയും വേദിയിലേക്ക് അവതരിപ്പിച്ചു. എന്നിട്ട് ഇവിടുത്തെ ഏതോ ഒരു കോൺഗ്രസ് നേതാവാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മഹത്തായ സംഭാവനകൾ നൽകിയ ഈ കുടുംബത്തിലെ പുതുതലമുറകൾ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരെ അവതരിപ്പിക്കുണ്ടായി. എന്നിട്ട് പുതിയ സോപ്പിൻ്റെ പ്രൊഡക്റ്റ് അവതരണം പോലെയാണ്. ചർമ്മം കണ്ടാൽ പ്രായം തോന്നാതിരിക്കുന്ന പുതിയ സോപ്പ് ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ രണ്ട് പിള്ളേരെ, രണ്ടിനും പ്രായപൂർത്തിയായി കേട്ടോ, 18 വയസ്സ് കഴിഞ്ഞു. റിഹാൻ രാജീവ് ഗാന്ധി എന്ന ഔദ്യോഗികമായി പേര് മാറ്റി ചെക്കന് 25 വയസ്സിനടുത്ത് 24 വയസ്സൊക്കെ ആയി എന്നാണ് തോന്നുന്നത്. കൃത്യം വയസ്സ് എനിക്കറിയില്ല, തെറ്റിയിട്ടുണ്ട്, എന്നെ ചീത്ത പറയരുത്. ഏതായാലും 18 കഴിഞ്ഞു, വോട്ടവകാശമുണ്ട്. 21 വയസ്സ് പ്രായപൂർത്തിയായ സ്ഥിതിക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിച്ചുകൂടാ? ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സാറിന് അച്ഛൻ്റെ പേരല്ലേ ചേർക്കുക, ഭർത്താവിൻ്റെ പേര്, അച്ഛൻ്റെ പേര്. റോബർട്ട് വാദ്ര എന്നുള്ള പേര് മാറ്റിയിട്ട് അപ്പൂപ്പൻ്റെ പേര് ചേർക്കുന്നത് അപൂർവമാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ അപ്പൂപ്പൻ്റെ പേര്? വളരെ അങ്ങനെ പക്ഷെ അങ്ങനെയല്ല, വളരെ കാൽക്കുലേറ്റഡ് ആണ്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് രാജീവ് ഗാന്ധിയുടെ ആ പൈതൃകം, രാജ്യത്തിന് വേണ്ടി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ മുത്തച്ഛൻ്റെ ഓർമ്മകൾ. ഈ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറയുന്നത് മൂക്കും മുടിയും മുത്തശ്ശിയുടെ പോലെയാണെന്ന് പറയുന്നത്. അതായത് മുത്തച്ഛൻ്റെ പാരമ്പര്യം പ്രിയങ്ക ഗാന്ധി അവകാശപ്പെടുന്നു. മൂക്കും മുടിയും കണ്ടാൽ ഇന്ദിരയെ ഓർമ്മ വരും, ഇടയ്ക്ക് കുറച്ച് വെള്ള പെയിൻ്റ് കൂടെ അടിക്കും, അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നരച്ച മുടി പോലെ ആവും എന്ന് പറയുന്ന പോലെ പ്രിയങ്ക അതാണ് USP ആയിട്ട്, യുണീക്ക് സെല്ലിംഗ് പോയിൻ്റായിട്ട് കാണുന്നതെങ്കിൽ, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം, രാജീവ് ഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നു. മറ്റൊന്നുകൂടിയുണ്ട്, ഈ രാഹുൽ ഗാന്ധിക്ക് കൊളംബിയയിൽ ഒരു കാര്യമായ ഭാര്യയുണ്ടെന്നും 2 പിള്ളേർ നായിക് വിൻസി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാലോ, 2 പേരുണ്ട് എന്ന് പറയുന്നു. ഇനി അവർ വന്നിട്ട് ഭാവി പ്രധാനമന്ത്രി പദം രാഹുൽ ഗാന്ധിയുടെ മക്കൾ അവകാശപ്പെടും മുമ്പ് അത് ഉറപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇവരെ ഇപ്പോഴേ അവതരിപ്പിക്കുക. അത് ലോഞ്ച് ചെയ്തു, വയനാട്ടിൽ ലോഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണ് UP-യിലോ റായ്ബറേലിയിലോ അമേത്തിയിലോ ലോഞ്ച് ചെയ്യാതെ വയനാട്ടിൽ വന്ന് ഈ കുട്ടികളെ പരസ്യമായി അവതരിപ്പിച്ചു? ഇന്ത്യയിൽ ഒരിടത്തും പ്രിയങ്ക നെഹ്റു കുടുംബം തങ്ങളുടെ അടുത്ത ജനറേഷനെ ഒരിടത്തും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടില്ല. വയനാട്ടിൽ മാത്രം അവതരിപ്പിച്ചത്, കേരളത്തിൽ മാത്രമാണ് അവതരിപ്പിച്ചത്. കാരണം കേരളമാണിപ്പോൾ സേഫ് ഹെവൻ. കാരണം ഈ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കും എന്ന് ഉറപ്പുള്ള ഏക സീറ്റ് കേരളമാണ്. കാരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇസ്ലാമിസ്റ്റുകളും കൂടെ വോട്ട് ചെയ്യുമ്പോൾ ജയിച്ചു പോകും, പ്രത്യേകിച്ച് വയനാട് പോലൊരു മണ്ഡലം. അപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ വെറുതെ തള്ളാന്ന് പറയും, ഈ റിഹാൻ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന കൊച്ചൻ മത്സരിക്കും എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ. കാരണം അവർക്ക് ഇവിടെ വോട്ടുണ്ടോ? ഇല്ല. ഇവിടെ താമസിച്ച വോട്ടർ പട്ടിക ചേർക്കാവുന്ന. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തു. വയനാട്ടിൽ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി 3 പേരും ചേർന്ന് 20 ഏക്കർ സ്ഥലം മേടിക്കാൻ പോവുക വയനാട്ടിൽ. ഇത് നമ്മൾ വീഡിയോ ചെയ്തു. നമ്മളാണ് ആദ്യം പറഞ്ഞത്. അപ്പോഴത്തേക്ക് കുറേ പേര് കളിയാക്കി. കുറച്ച് കഴിയുമ്പോൾ കണ്ടോ അതിൻ്റെ കൺഫർമേഷൻ വരും. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇന്ന് താമരശ്ശേരി ബിഷപ്പുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വയനാട്ടിലെ കാര്യങ്ങൾ. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല വയനാട്ടിലെ കാര്യങ്ങൾക്ക് താമരശ്ശേരി ബിഷപ്പിന് എന്താ കാര്യം? ഞാൻ പറഞ്ഞു വയനാട്ടിലെ ബിഷപ്പിന് ഈ സ്ഥലം മേടിക്കലല്ലോ ബിഷപ്പുകാരുടെ പരിപാടി. അപ്പം വയനാട്ടിൽ മേടിക്കണമെങ്കിൽ താമരശ്ശേരി ബിഷപ്പല്ല, അവിടുത്തെ ബിഷപ്പാണ് ചെയ്യേണ്ടത്, നിയമമൊന്നുമില്ല. സൗഹൃദം വെച്ചിട്ടാണ്. വയനാട്ടിൽ സ്ഥലം മേടിച്ചപ്പോൾ താമരശ്ശേരി ബിഷപ്പിന് അടുപ്പമുണ്ടെങ്കിൽ അദ്ദേഹം ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത്രയല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ കൊച്ചിയിലിരിക്കുന്നു, എനിക്ക് കൊല്ലത്ത് ഒരു ബന്ധമുണ്ടെങ്കിൽ സിനുവിന് കൊല്ലത്ത് സ്ഥലം മേടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഏർപ്പാടാക്കും. അല്ല കൊല്ലത്തിരിക്കുന്ന ആളോടല്ലേ പറയേണ്ടത്, കൊച്ചി ഇരിക്കുന്ന ആളോട് പറയുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ അതുപോലെ വയനാട്ടിൽ സ്ഥലം വാങ്ങുന്നു. വയനാട്ടിൽ സ്ഥലം വാങ്ങുമ്പോഴത്തേക്ക് ഒരു സാങ്കേതിക പ്രശ്നം പറഞ്ഞു. ഒന്ന്, കേരളത്തിൽ ഒരാൾക്ക് ഭൂപരിഷ്കരണ നിയമം വന്നതുകൊണ്ട് 15 ഏക്കറിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ തോട്ടമായിരിക്കണം. വയനാട്ടിൽ തോട്ടം കിട്ടുമല്ലോ, ഇഷ്ടം പോലെ കിട്ടും. അല്ലെങ്കിൽ 3 പേരുടെ പേരിൽ വാങ്ങിച്ചാൽ പോരെ, 3ആയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ കോൺഗ്രസിൽ വയനാട്ടിലുള്ള പ്രശ്നം പോലും ഈ ഇത്രയും വലിയ ഇടപാട് നടത്തിയപ്പോൾ
ഞങ്ങളെ ആരും അറിയിച്ചില്ല, ഞങ്ങൾ ഇടപാട് ചെയ്തേനെ, അപ്പോൾ ഇത്തിരി കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടിയേനെ എന്നുള്ളൊരു പ്രശ്നം വയനാട്ടിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ടെന്നൊരു കഥ പറയുന്നുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ സമയത്ത് വയനാട്ടിൽ വന്നതിൻ്റെ പിന്നിൽ ഈ ഭൂമി കച്ചവടമാണ് എന്ന് വളരെ വ്യക്തമാണ്. അല്ല പിന്നെ ഇവർ 3 പേരും കൂടെ എന്തിനാണ് വളരെ പെട്ടെന്ന് വന്ന് ഒരു സ്ഥലം കണ്ടുവച്ചു, അത് നോക്കി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അവിടെ വേണ്ട 40ഓളം വീടുകളിൽ സോണിയാഗാന്ധി അടക്കം ഇവർ സന്ദർശനം നടത്തി. അപ്പോൾ അവിടെ വളരെ പെട്ടെന്നൊരു പ്രൈവറ്റ് വിസിറ്റിനായിട്ട് വരുന്നു, ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നു. കാണുമ്പോഴത്തേ അമ്മയും മകളും കൂടെ വയനാട്ടുകാരുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇങ്ങനെ വന്നിറങ്ങിയല്ലോ എന്നൊക്കെ രോമാഞ്ചമണിയുന്ന പാവം നിഷ്കുകളുണ്ട്. ഒന്നുമല്ലപ്പോൾ അവിടെ സ്ഥലം വാങ്ങാൻ വന്നതാ, 20 ഏക്കർ സ്ഥലം. ഇപ്പോൾ ഇന്ത്യയിൽ വേറെ അവിടെ ഡൽഹിയിലോ അല്ലെങ്കിൽ ലക്നൌവിലോ ഒക്കെ സ്ഥലം വാങ്ങുന്നതിനേക്കാളും ലാഭത്തിൽ വയനാട്ടിൽ കിട്ടും. പിന്നെ വയനാട് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ വാർത്ത ആവർത്തിക്കല്ല. അപ്പോൾ വയനാട്ടിൽ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മേൽവിലാസം ഉണ്ടാവും. അവിടെ റൈഹാൻ രാജീവ് ഗാന്ധിക്ക് ആ മേൽവിലാസത്തിൽ അവിടെ വോട്ട് ചേർക്കാൻ പറ്റില്ലേ? പ്രിയങ്കയുടെ മേൽവിലാസം അവിടെ, പ്രിയങ്കയുടെ മകൻ അവിടെ വോട്ട് ചേർക്കാം. സ്വന്തം സ്ഥലത്ത് അവിടെ മത്സരിക്കാം. കാൽക്കുലേറ്റഡ് ആണ് കാലില്ല. പിന്നെ ഉറപ്പിക്കട്ടെ, ഇത് തൊഴിൽ രാഷ്ട്രീയമല്ലേ, വേറൊരു പണി അറിയത്തില്ല. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന മറ്റു നേട്ടങ്ങൾ ഇതാണല്ലോ. അപ്പോൾ ആ കുന്നായ്മകൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ. കുന്നായ്മയാണോ സാമർഥ്യം? അപ്പോൾ അതിനുവേണ്ടി കൃത്യമായ, കാരണം ഇതൊരു രാജകുടുംബമാണല്ലോ. നെഹ്റു, ഇന്ദിര, രാജീവ്, സോണിയ, രാഹുൽ, പ്രിയങ്ക, അടുത്ത തലമുറ 2 മക്കളുണ്ട്. അവരെ ഒരു വേറെ പണിയൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറക്കുക, ഭാവി പ്രധാനമന്ത്രി. രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വേണമെങ്കിൽ റൈഹാൻ രാജീവ് ഗാന്ധിയെ കേരളത്തിൽ മുഖ്യമന്ത്രി വരെ ആക്കാം. നിങ്ങളെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള അടുത്ത തലമുറ കേരളത്തിൽ നയിക്കും എന്ന് പറഞ്ഞാൽ മോശം. എന്നിട്ട് കേരളത്തിൽ വന്ന് ഇവിടെ MLA ആയി മത്സരിച്ച് ജയിച്ചതിന് ശേഷം കേരളത്തിൽ നിന്റെ പാർലമെന്റിലേക്ക് മത്സരിക്കാം, ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി കാണും. ഇനിയിപ്പോൾ രാഹുലിനെ കൊണ്ട് പറ്റൂലെന്ന് അറിയാം. 81 തെരഞ്ഞെടുപ്പ് നടന്നു, 78ലും തോറ്റു. തമാശയല്ല, 81 തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ നടന്നു രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്ന ശേഷം. 78 തെരഞ്ഞെടുപ്പിലും തോറ്റു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോഡോ കൗൺസിലില്ലേ, ബോഡോ ലാൻഡിലെ സ്വയംഭരണ കൗൺസിലുണ്ട്, തോറ്റുപോയി. ആസാം ഇലക്ഷൻ്റെ സെമി ഫൈനൽ എന്നാണ് ബോഡോലാൻഡ് ഇലക്ഷനിൽ പറയുന്നത്. അവിടെയും കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാൻ പറ്റും. ക്ലച്ച് പിടിച്ചില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. തൂത്തുവാരി BJP ജയിച്ചു. എന്നിട്ടും അഭിമാനത്തോടെ ഉയർത്തി കാട്ടുന്നത് എന്തിനാണ്? അല്ല, അത് മാത്രമല്ല, ആ വാർത്തയൊന്നും കേരളത്തിലാരും അറിയുന്നില്ല. ഇവിടുത്തെ ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ, ഏതെങ്കിലും ചാനലിൽ പറഞ്ഞു? അതേസമയം അവിടെ BJP എങ്ങാനും തോറ്റു പോയിരുന്നെങ്കിൽ, സെമി ഫൈനലിൽ BJP തോറ്റിരിക്കുന്നു, ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭരണം വീഴുമെന്ന് ഉറപ്പായി എന്ന് ഇവിടെ ഭയങ്കര വാർത്ത വന്നേനെ. ഒന്നും മിണ്ടില്ല, പോയി. ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുക. EVM-ൻ്റെ കാര്യം പറയാൻ പറ്റില്ല. EVM ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടെങ്ങനെ വന്നാൽ മുട്ടുകാല് തല്ലി ഒടിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് EVM രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഏതായാലും കേരളത്തിന് അഭിമാനിക്കാം. കേരളത്തിനൊരു പ്രധാനമന്ത്രിയെ കിട്ടിയാലോ? കേരളത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയിട്ടുണ്ട് അല്ലേ, രാഷ്ട്രപതിയെ കിട്ടിയിട്ടുണ്ട്, ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയിട്ടില്ല. അപ്പോൾ വയനാടുകാർ സുഹൃതം ചെയ്തവരാണ്. വയനാടുകാർക്ക് ആങ്ങളെ കിട്ടി, പെങ്ങളെ കിട്ടി, പെങ്ങളുടെ മകനെ കിട്ടി. പക്ഷേ ആരുടെ സീറ്റ് കൊടുക്കും? വയനാട് MLA ഇപ്പോൾ ആരാ? സിദ്ദിഖ് എന്ത് ചെയ്യും? സിദ്ദിഖിന് പാർലമെന്റിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിക്കാൻ നിന്ന സമയത്താണ് രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞപ്പോൾ പ്രിയങ്ക വന്നു. അടുത്ത പ്രാവശ്യം ഇനി അസംബ്ലി മത്സരിക്കാൻ പോകുമ്പോൾ റൈഹാൻ രാജീവ് ഗാന്ധിയും വരും. അതുകൊണ്ട് അതും തീർന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ വേണ്ടി കോഴിക്കോട് പോയി വയനാട്ടിൽ പോയി. അതെ, ഇത്തവണ മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു തോന്നലുണ്ടല്ലോ, ചിലപ്പോൾ ഭരണം കിട്ടിയേക്കുമെന്ന്. പക്ഷേ ആ ഭരണം കിട്ടിയാൽ സിദ്ദിഖിൻ്റെ മന്ത്രിയാകാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. എല്ലാവരും നിർബന്ധിച്ചാൽ മതി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. ഷാഫി പറമ്പലിനും ആഗ്രഹമുണ്ട് അസംബ്ലി മത്സരിക്കണം, ഭരണം കിട്ടുന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് റൈഹാൻ രാജീവ് ഗാന്ധി വന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കേരളത്തിൽ മന്ത്രിയാവും. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം പുണ്യവും സുഹൃതവും നിറഞ്ഞതാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ കേരളത്തിൽ മത്സരിച്ച് നമ്മുടെ അസംബ്ലിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അസംബ്ലിയൊക്കെ അങ്ങനെ രോമാഞ്ച കഞ്ചുകമണി അല്ലേ? സെക്യൂരിറ്റി പോട്ടെ, കേരളം എന്തൊരു ഭാഗ്യം ചെയ്ത നാടായിട്ട് മാറും. ഈ വിശുദ്ധ കുടുംബത്തിലെ ഇളയ സന്തതി പട്ടാഭിഷേകം കേരളത്തിൽ ആരംഭിക്കുന്നു. ഏതായാലും വയനാട്ടിൽ വീട് വെക്കട്ടെ, സ്ഥലം വാങ്ങട്ടെ, ചെറുമകൻ എന്ന് പറയാൻ പറ്റുമോ? സോണിയാഗാന്ധി ചെറുമകൻ അല്ലേ? ചെറുമകനെ അവിടെ അരിയിട്ട് വാഴിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.